നമസ്കാരം. ഇംഗ്ലണ്ടിൽ ഇപ്പോൾ ശൈത്യകാലമാണ്. പല നാട്ടുകാരും ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്ക് അവധിക്കാല യാത്ര നടത്തുന്ന സമയം. കടുത്ത തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ കൂടി വേണ്ടിയാണ് ഇവർ ഉഷ്ണ രാജ്യങ്ങളിലേക്ക് പലപ്പോഴും യാത്ര നടത്താറുള്ളത്. ഇത്തരത്തിൽ യാത്രയ്ക്കൊരുങ്ങി കഴിഞ്ഞ ദിവസം വലിയ അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഒരു വലിയ സംഘം വിമാനയാത്രക്കാരായിരുന്നു. മാഞ്ചസ്റ്ററിൽ നിന്ന് കരീബിയയിലെ ബാർബഡോസിലേക്ക് പോവുകയായിരുന്ന വെർജിൻ അറ്റ്ലാന്റിക്കിൻ്റെ വിമാനത്തിലെ യാത്രക്കാരാണ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. വിമാനം മാഞ്ചസ്റ്ററിൽ നിന്ന് പുറപ്പെട്ട് ഏതാണ്ട് 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വിമാനത്തിലെ കോക്ക്പീറ്റിൽ പുക കൊണ്ട് നിറയുകയായിരുന്നു. പെട്ടെന്ന് യാത്രക്കാരും ആകെ ഭയപ്പെട്ടു. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ആർക്കും മനസ്സിലായില്ല. ഇതേ തുടർന്ന് വിമാനം പെട്ടെന്ന് മാഞ്ചസ്റ്ററിലേക്ക് തിരികെ പോകാൻ തീരുമാനിക്കുകയായിരുന്നു. വിമാനത്താവളത്തിൽ വിവരം അറിയിച്ചു. അങ്ങനെ വിമാനത്താവളത്തിൽ ഫയർ എഞ്ചിനുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. പക്ഷേ യാത്രക്കാരാകട്ടെ ആകെ വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു. കാരണം ഈ പുക, കോക്ക്പീറ്റിൽ നിന്നുള്ള പുക വീണ്ടും യാത്രക്കാരുടെ ഇടയിലേക്ക് ഇത് പടർന്നു കയറുകയായിരുന്നു. വിമാനം ഏതാണ്ട് 9,000 അടി ഉയരത്തിൽ പറക്കുകയായിരുന്നപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് അധികൃതർ പറയുന്നത്. എന്നാൽ ഇതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് ഇനിയും വ്യക്തമില്ല. വെർജിൻ അറ്റ്ലാന്റിക്കിൻ്റെ മാനേജ്മെൻറ്റ് പറയുന്നത് വിമാനത്തിന് സാങ്കേതിക തകരാറുണ്ടായി എന്നാണ്. പക്ഷേ എന്താണ് സാങ്കേതിക തകരാറ് എന്നുള്ളത് അതിൻ്റെ ഫ്ലൈറ്റ് റെക്കോർഡർ ഡാറ്റ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. പക്ഷേ ഈ വിമാനം തിരികെ വിമാനത്താവളത്തിലേക്ക് മടങ്ങുന്നതിനിടയിൽ നാട്ടുകാർ ആകെ ഭയത്തിലായി. കാരണം ഈ വിമാനം വളരെ താണാണ് പറന്നിരുന്നത്. പല വീടുകൾക്കും സമീപത്ത് കൂടി ഈ വിമാനം പറന്നു. അങ്ങനെ വീടുകളിലുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ പലരും ഭയപ്പെട്ടോടി. ഒരു ദൃക്സാക്ഷിയായ സ്ത്രീ പറയുന്നത് അവരവരുടെ മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്ന സമയത്ത് വല്ലാത്ത ശബ്ദം കേട്ട് നോക്കുമ്പോൾ വിമാനം തൻ്റെ വീട്ടിന് നേരെ വരുന്നതായിട്ടാണ് കണ്ടത്. അത്രയും താണ പറക്കുകയായിരുന്നു വിമാനം. അപ്പോൾ ഏതായാലും നാട്ടുകാരെയും യാത്രക്കാരെയും എല്ലാം വല്ലാതെ ഭയപ്പെടുത്തിയ ഒരു യാത്രയായിപ്പോയി ഇത്. ഇംഗ്ലണ്ടിലെ തണുപ്പിൽ നിന്ന് ചൂട് തേടി മറ്റ് രാജ്യത്തേക്ക് പോകാൻ ശ്രമിച്ച ആളുകളാണ് പുകയും തീയും എല്ലാം കണ്ട് തിരികെ ജന്മനാട്ടിൽ തന്നെ മടങ്ങിയെത്തേണ്ട അവസ്ഥ ഉണ്ടായത്. ഏതായാലും സംഭവത്തെക്കുറിച്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. വെർജിൻ അറ്റ്ലാന്റിക് വളരെ പ്രമുഖമായ ഒരു വിമാന കമ്പനിയാണ്. അവരുടെ വിമാനങ്ങളൊക്കെ തന്നെ ഏറ്റവും മുന്തിയ നിലവാരം പുലർത്തുന്നതാണ്. ഈ തിരിച്ചിറക്കിയ വിമാനം തന്നെ A300 ഇനത്തിൽപ്പെട്ട ഒരു വിമാനമായിരുന്നു. നിറയെ യാത്രക്കാരുമായിട്ടാണ് വിമാനം യാത്ര പുറപ്പെട്ടത്. പക്ഷേ യാത്രക്കാരാകട്ടെ പലരും ഇപ്പോഴും വിമാന കമ്പനിക്ക് നേരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കാരണം ഈ വിമാനത്തിലെ മടങ്ങിയതിന് ശേഷം ഈ യാത്രക്കാരെ കൃത്യമായി തിരികെ എത്തിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ വിമാന കമ്പനി അത്ര ശ്രദ്ധ കാട്ടിയില്ല എന്ന് ഒരു വിഭാഗം ആരോപിക്കുമ്പോൾ കമ്പനി മാനേജ്മെൻ്റ് ആകട്ടെ ഇക്കാര്യം തള്ളിക്കളയുകയാണ്. തങ്ങൾ കൃത്യമായി തിരികെ എത്തിയതിന് ശേഷം യാത്രക്കാരെ സുരക്ഷിതമായി എത്തേണ്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ എത്തിച്ചിരുന്നു എന്നാണ് കമ്പനി പറയുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു വലിയൊരു സംഭവം ഉണ്ടായിട്ടും തങ്ങൾ ജീവനോടെ രക്ഷപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഈ യാത്രക്കാർക്ക് ആശ്വാസമായിട്ടുള്ള കാര്യം. ആർക്കും പരിക്കേറ്റിട്ടില്ല, എല്ലാവരും സുരക്ഷിതരാണ് എന്നാണ് വിമാന കമ്പനിയും അറിയിക്കുന്നത്. ബ്രിട്ടൻ പോലെയുള്ള വികസിത രാജ്യങ്ങളിൽ ഇത്തരത്തിൽ ഒരു വിമാനത്തിന് പറന്നുയർന്നതിന് തൊട്ട് പിന്നാലെ അപകടം സംഭവിക്കുക എന്നൊക്കെ പറയുന്നത് അത് ഈ വിമാന കമ്പനിയുടെ പേരിൽ ഒരുപക്ഷെ നാളെ നിയമ നടപടിക്ക് പോലും സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. കാരണം ആകാശത്ത് വെച്ചാണ് സംഭവം ഉണ്ടായതെങ്കിലും വിമാനം പുറപ്പെടുന്നതിന് മുമ്പ് വിശദമായ പരിശോധനകൾ നടത്തിയിട്ട് തന്നെയാണ് എല്ലാ വിമാനങ്ങളും പുറപ്പെടുന്നത്. പക്ഷേ പെട്ടെന്ന് വിമാനം പുറപ്പെട്ട് 20 മിനിറ്റിനും ഇത്രയും വലിയൊരു അപകടം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഇനിയും വ്യക്തമല്ല. ഈ വിമാനം ഇത്രയും ദൂരം ഇംഗ്ലണ്ടിൽ നിന്ന് കരീബിയൻ ദ്വീപുകളിലേക്ക്, അതായത് ഇത്രയും ദീർഘ ദൂരത്തേക്ക് പുറപ്പെട്ട ഒരു വിമാനം ഇത്തരത്തിൽ ഒരു അപകടാവസ്ഥയിൽപ്പെടുക എന്നുള്ളത് കമ്പനിയെ സംബന്ധിച്ചും അങ്ങേയറ്റം അപമാനകരമായ കാര്യമാണ്.